ആ സംഭവത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം CPM ആസൂത്രണം ചെയ്തത് തന്നെയാണ്. ഞാനിപ്പം പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കും. കാരണം ഈ പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ടാണ് മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ തയ്യാറാക്കിയ അല്ലെങ്കിൽ ഈ FIR, പോലീസ് തയ്യാറാക്കിയ FIR എന്ന് പറയുന്നത് പെൺകുട്ടി പറഞ്ഞത് തന്നെയാണോ, അതല്ലെങ്കിൽ പോലീസുകാർ എഴുതി തയ്യാറാക്കിയത് ആണോ എന്നാണ് ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെടേണ്ട ഒരു കാര്യം. കാരണം എന്താണെന്നറിയോ, ആ FIR-ൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടി നൽകിയ മൊഴിയിൽ നമുക്ക് ഇപ്പം കിട്ടിയ ഈ വിവരങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ പത്രങ്ങളിൽ നിന്ന്, മറ്റു മാധ്യമങ്ങളിൽ നിന്ന്, ഓൺലൈൻ ചാനലുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഈ മൊഴി പകർപ്പ്, ഈ മൊഴിയിൽ പെൺകുട്ടി പറയുന്നത് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ്. നമ്മൾ ആദ്യം കേട്ട ഈ റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഓഡിയോയിലും അത് കഴിഞ്ഞിട്ട് ഈ ന്യൂസ് മലയാളം ചാനൽ പുറത്തുവിട്ട രണ്ടാമത്തെ ഓഡിയോയിലും ഒന്നും, അല്ലെങ്കിൽ ഈ ചാറ്റുകളിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു സൂചനയുമില്ല കേട്ടോ, ഒരു സൂചനയുമില്ല. ബലാത്സംഗം ചെയ്തു എന്നുള്ള പറഞ്ഞ ഒരു സൂചനയേ ഇല്ല. ആകെയുള്ളത് ഇവർ തമ്മിലുള്ള സൗഹൃദങ്ങള്, ഇവർ തമ്മിലുള്ള